നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവയും ടൊമാറ്റോയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലൊരു വലിയ ജാർ എടുക്കാം. അതിലോട്ട് 2 ഇടത്തരം ടൊമാറ്റോ ചേർക്കാം. അപ്പോൾ ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത അതുപോലെ തന്നെ നല്ല ചുമന്ന കളറിലുള്ള ടൊമാറ്റോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നല്ലൊരു കളർ ഉണ്ടാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് വേണ്ടിയിട്ട് 4 എരിവുള്ള വറ്റൽമുളകും 1 കാശ്മീരി വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ അത്യാവശ്യം കളറും എരിവും ഉണ്ടാവും. ഇനി ഇത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് 1 കപ്പ് റവ ചേർക്കാം. ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല, വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. 1 കപ്പ് റവയാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർക്കാം. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവാണ് കണക്ക്. അപ്പോൾ റവ നമ്മൾ എത്രത്തോളം ചേർക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് ഗോതമ്പ് മാവും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറൗണ്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അറൗണ്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാൻ എടുത്ത വെള്ളത്തിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളമാണ് ചേർത്തത്. റവ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങ ചട്നി തയ്യാറാക്കാം. മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. 4 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് കരിവേപ്പില ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കട്ടിക്കാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്നി കുറച്ച് കട്ടിക്ക് എടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ചട്നി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് താളിച്ചും കൂടി ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക്, വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ചേർക്കാം. കുറച്ച് കരിവേപ്പില. ഇനി ഇതെല്ലാം കൂടി കളറ് മാറി വന്നതിന് ശേഷം നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ദോശയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു തേങ്ങ ചട്നി. ഈ ഒരു തേങ്ങ ചട്നി എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. കുറഞ്ഞതൊരു 10 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. റവ ചേർത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് കട്ടിയാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നതേ ഉള്ളൂ. 2 നുള്ള് കായപ്പൊടി ചേർക്കാം. ഒന്നുകിൽ കായപ്പൊടി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് വേണമെങ്കിലും ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കായപ്പൊടി ആട്ടോ ബെസ്റ്റ് ഓപ്ഷൻ. കുരുമുളക് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഈ ഒരു സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പാനിലോട്ട് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മാവാണ് ഒഴിക്കുന്നത്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് നിരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം നൈസായിട്ട് വേണോ അതനുസരിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണ ചേർക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ചേർക്കുന്നത്.
ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നപ്പോൾ ഇതിൻ്റെ കളർ നോക്കുക, ഒരു കളർഫുൾ ദോശയായിട്ടുണ്ട് അല്ലേ. അതായത് ഓറഞ്ചും റെഡും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇനി ഇത് അടുത്ത സൈഡ് തിരിച്ചിടാം. അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒരു സാധാരണ അരിദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അടുത്ത സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 ടൈപ്പ് ദോശയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയത് നോർമൽ ദോശയാണ്. രണ്ടാമത്തത് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ദോശയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് പാൻ ചെറുതായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തിയെടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും സവാളയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് സാധാരണ ഊത്തപ്പം ഉണ്ടാക്കുന്ന പോലെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ പച്ചമുളകും ടൊമാറ്റോയൊന്നും ചേർക്കില്ല. കാരണം ബാറ്ററിൽ നമ്മൾ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത ഉള്ളിയും മല്ലിയിലയും ആ മാവിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ ഉള്ളിയൊന്നും പുറത്തു പോകത്തുമില്ല. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചെടുക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതും തിരിച്ചിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയിലൊന്നും പുറത്ത് പോകത്തുമില്ല. കണ്ടോ? അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഉള്ളിയും മല്ലിയിലയും വെച്ചിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ദോശ കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അതായത് ദോശ വയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ കഴിക്കാൻ കിട്ടുന്ന പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് പ്ലെയിൻ ദോശയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ദോശയോടുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചട്നിയാണ്. മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മൾ വറ്റൽമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോയെന്നല്ലേ. പക്ഷേ ഇതിൽ വറ്റൽമുളകും കൂടെ നമ്മൾ ടൊമാറ്റോയും കൂടെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു എരിവൊന്ന് ബാലൻസ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ആ ഒരു നല്ലൊരു കളർഫുൾ ദോശയാണ്. അപ്പോൾ ഇതിൽ വറ്റൽമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിച്ചിട്ടും അരച്ചെടുക്കാം. ഈ ഒരു ദോശ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്